4 പെൺകുട്ടികളുടെ മരണത്തിനിടയാക്കിയ പാലക്കാട് പനയമ്പാടത്ത് സ്ഥിരമായി ഡിവൈഡറുകൾ സ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. റോഡിൽ ചെയ്യേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച രൂപരേഖ തയ്യാറാക്കി ഒരാഴ്ചക്കകം ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. പനയമ്പാടത്തിന് പിന്നാലെ മറ്റു റോഡുകളിലെ ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇവിടെ പനയമ്പാടത്ത് ഇപ്പോൾ മില്ലിംഗ് കഴിഞ്ഞു, റോഡ് മില്ല് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ റംബിൾസ് വെച്ച് മുകളിൽ നിന്ന് തന്നെ മുറിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. അപ്പോൾ ഒരു പെർമനന്റ് ഡിവൈഡർ വെച്ചുകൊണ്ട് ആ റോഡിനെ കൃത്യമായി ഡിവൈഡ് ചെയ്യും. ജംഗ്ഷനിലുള്ള ബസ് ബേ അവിടുന്ന് മാറ്റും. ആ ബസ് ബേ ആണ് ഈ അപകടങ്ങൾ വിളിച്ചു വരുന്നൊരു സാധനം. അപ്പോൾ ബസ് ബേ അവിടുന്ന് മാറ്റും. ഞങ്ങൾ ഈ ഒരു സ്പോട്ടാണ് നോക്കുന്നത്. ബാക്കി സ്പോട്ടുകൾ അവർ ബാക്കി പിന്നെ പാലക്കാടിനും കോഴിക്കോടിനും ഇടയ്ക്ക് 16 ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ അതിൽ കൂടുതലും വരുന്നത് രാമനാട്ടുകര ഭാഗത്തൊക്കെയാണ്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി അവർ നടപടിയെടുക്കും എന്ന് പറയുന്നു. സ്വകാര്യ ബസ് അപകടം വരുത്തിയാൽ 3 മാസം പെർമിറ്റ് റദ്ദാക്കുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. മരണം സംഭവിച്ചാൽ പെർമിറ്റ് 6 മാസം സസ്പെൻഡ് ചെയ്യും. സ്വകാര്യ ബസ്സുകൾ ഇനി ആളുകളെ ഇടിച്ചു കൊന്നാൽ 6 മാസത്തേക്ക് പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. സ്വകാര്യ ബസ്സുകൾ ഇടിച്ച് അശ്രദ്ധമായി ഓടിച്ച് മാരകമായി പരിക്കേറ്റാൽ 3 മാസം പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന കൂടെ ഉണ്ട് കേട്ടോ. ലൈസൻസ് ഓടിക്കുന്ന ആളുടെ ലൈസൻസ് പോകുന്ന ഒന്ന് അതുണ്ട്. അതുകൂടാതെ അതിന് കാരണം എന്ന് പറയുന്നത് പലപ്പോഴും മത്സര ഓട്ടത്തിന് പല ബസ് ഉടമകളും പ്രോത്സാഹിപ്പിക്കുന്നുള്ളതാണ്. മത്സര ഓട്ടം ഒഴിവാക്കാൻ വേണ്ടി ജിയോ ടാഗ് ചെയ്യാൻ, പ്രൈവറ്റ് ബസ്സുകളെ ജിയോ ടാഗ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെയും ഗതാഗത മന്ത്രി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കേന്ദ്രമന്ത്രിയെ കണ്ട് ഉന്നയിച്ച 6 കാര്യങ്ങളിലും അനുകൂല നിലപാടുണ്ടായിട്ടില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ചോദിച്ചിട്ടും കേരളത്തിനൊന്നും കിട്ടുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. ഡൽഹിയിൽ പോയി ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾ, ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ പോലും അതിലെനിക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തന നിലയിൽ അതിയായ പ്രതിഷേധമുണ്ട്. ഒന്ന് മര്യാദയ്ക്കൊന്ന് കേൾക്കാൻ പോലും മന്ത്രിക്ക് സമയമില്ല. വലിഞ്ഞേറി ചെന്നൊന്നുമല്ല. കേരളത്തിലെ ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒന്ന് കാണണം, ഒരു യോഗം വേണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ഇത്ര മണിക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാൻ ഒരു മിനിമം മര്യാദ, ഇതൊക്കെ വളരെ മോശമാണ്. കാരണം ഒന്നും തരില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ ശരിക്കും കേരളത്തിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളത് തന്നെ. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. ഉമേഷ്, ഇന്നത്തെ ഉന്നതതല യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് മന്ത്രി ഇപ്പോൾ വിശദീകരിച്ചത്. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കൂടുതൽ നടപടികളിലേക്ക് പോകും ഗതാഗത വകുപ്പ്? കഴിഞ്ഞ ദിവസം ഇന്നും 2 യോഗങ്ങളാണ് പ്രധാനമായി നടത്തിയത്. ഇന്നലെ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളുമായി യോഗം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ റോഡിൽ അപകടങ്ങൾ ഉണ്ടാക്കി ഒരു വ്യക്തി മരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് ഉൾപ്പെടെ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടിക്രമങ്ങൾ ആലോചിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മത്സരയോട്ടം അത് അവസാനിപ്പിക്കാൻ ചില നടപടികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ചേർന്ന യോഗം പ്രധാനമായി റോഡ് അപകടങ്ങൾ, ബ്ലാക്ക് സ്പോട്ടുകൾ എന്നിവ തുടർന്നുണ്ടാകുന്ന അപകടങ്ങൾ, എൻഫോഴ്സ്മെൻറ്റ് നടപടിക്രമങ്ങൾ ഇവയെക്കുറിച്ചായിരുന്നു. എന്തായാലും ഇതിലേറ്റവും സുപ്രധാനം പാലക്കാട് പനയമ്പാടത്ത് ഉണ്ടായ അപകടവും ആ പ്രദേശത്തെ റോഡിൻ്റെ അശാസ്ത്രീയത പരിഹരിക്കാനുമുള്ള നടപടിക്രമങ്ങളാണ്. അതിൽ സുപ്രധാനമായ തീരുമാനങ്ങളെടുത്തു. പ്രത്യേകിച്ച് റോഡിൽ വേഗത കുറയ്ക്കാനുള്ള നടപടിക്രമങ്ങളെടുക്കും. ഒപ്പം അവിടെ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകും. ഒപ്പം റോഡ് ഇരുഭാഗത്തേക്കും വേർതിരിക്കാൻ വേണ്ടി സ്ഥിരം ഒരു ഡിവൈഡർ സ്ഥാപിക്കും. ബസ് ബേ ഉണ്ടായിരുന്നു നേരത്തെ, അത് പൂർണ്ണമായും മാറ്റും തുടങ്ങിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ഒരാഴ്ച കൊണ്ട് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡിൻ്റെ മാറ്റങ്ങളും എല്ലാം പനയമ്പാടത്ത് മാത്രം നടത്തുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. കൂടാതെ റോഡ് സേഫ്റ്റി പ്രത്യേക ഫ്ലാഷ് ലൈറ്റുകൾ സ്ഥാപിക്കും. രാത്രികാലങ്ങളിലാണ് അപകടങ്ങൾ കൂടുന്നത്. അത് പലപ്പോഴും ഡ്രൈവർമാർ ഉറങ്ങുന്നത് ഒരു കാരണമായി മാറിയിട്ടുണ്ട്. അതെല്ലാം കുറയ്ക്കാൻ വേണ്ടി പ്രത്യേക എന്തായാലും ചില പുതിയ തീരുമാനങ്ങളിലേക്ക് പോവുകയാണ്. അപകടങ്ങൾ പെരുകുന്ന പശ്ചാത്തലത്തിൽ ആളുകൾക്ക് റോഡിൽ എത്രയോ ജീവനുകൾ പൊലിയുന്ന സാഹചര്യത്തിൽ ചില നടപടികളിലേക്ക് ഗതാഗത വകുപ്പ് കടക്കുകയാണ്. അക്കാര്യങ്ങളാണ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.